എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് പ്രധാനമായിട്ടൊരു സംശയം വന്നിട്ടുണ്ട്. എന്താ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ക്ഷേത്രം പൂജാരിയിൽ നിന്ന് പ്രസാദം വാങ്ങിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യും? പൂജാരിക്ക് ഒരു ദക്ഷിണ കൊടുക്കാറുണ്ട്. ഇത് പ്രസാദം വാങ്ങിച്ചതിന് ശേഷം കൊടുക്കണോ അല്ല വാങ്ങുന്നതിന് മുമ്പ് കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ യഥാവിധി പല ആൾക്കാരും ഒരു തട്ടിങ്ങനെ വെച്ചിട്ട് ആ തട്ടിലങ്ങ് പൈസ ഇടില്ല. തട്ടിലിട്ട് കഴിഞ്ഞാലും അത് പൂജാരിക്ക് കൊടുക്കുന്നതാണ് ഉറപ്പാ. തൃപ്പടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാനുള്ളതാണ്, എന്നുവെച്ചാൽ ഭണ്ണാരത്തിൽ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനുള്ളതാണ്. അപ്പോൾ യഥാവിധി ഇവിടെ ചോദ്യം എന്താണ്? ആദ്യം കൊടുക്കണോ, പ്രസാദം തരുന്നതിന് മുമ്പ് കൊടുക്കണോ, പ്രസാദം തന്നതിന് ശേഷം പോകണോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഈ ദക്ഷിണ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ദക്ഷിണയുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രസാദം വാങ്ങിക്കുന്ന ആ ദക്ഷിണ വേറെ തന്നെയാണ്. അവിടെ ഈ ക്ഷേത്രത്തിൽ നിത്യേന നിയമേന നിരവധി പൂജാതി കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ഈ പൂജാകർമ്മങ്ങൾ നടക്കുന്ന അവസരത്തിൽ ആ പൂജ ചെയ്യുന്നത് ഭഗവാന്, ആ പൂജകൻ പൂജ ചെയ്യുന്ന സമയത്ത് അത് ആ സമൂഹത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും വേണ്ടിയാണ് ആ പൂജ ചെയ്യുന്നത്. അപ്പോൾ ആ പൂജ ചെയ്ത സാധനമാണ്, കാരണം അർച്ചന ചെയ്യും ഭഗവാന്, അല്ലെങ്കിൽ കളവച്ചാർത്ത് നടത്തും, അല്ലെങ്കിൽ ചന്ദനച്ചാർച്ച നടത്തും. ചിലപ്പോൾ ഈ കൃഷ്ണ വിഗ്രഹമൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ദേവി വിഗ്രഹമാണെങ്കിൽ അതിന് ഒരു ചന്ദനം കൊണ്ടൊരു പൊട്ട് തൊടിയിച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ ശിഷ്ടമാണ് ഭക്തജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. ആ അർച്ചന ചെയ്ത പുഷ്പങ്ങളും ഈ ചന്ദനച്ചാർത്തോ കളഭച്ചാർത്തോ അല്ലെങ്കിൽ പൊട്ട് തൊട്ട് കൊടുത്തതോ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മറ്റ് ചന്ദനത്തിൽ ചാലിച്ച് ഒന്നിച്ചാക്കിയിട്ടാണ് ഈ ഭക്തന്മാർക്ക് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഭഗവാന് ചെയ്തതിൻ്റെ ശിഷ്ടമാണ് ഭക്തർക്ക് കൊടുക്കേണ്ടത്. എത്ര അമ്പലത്തിൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ സാധനം ഭഗവാന് വേണ്ടി അർച്ചന ചെയ്തു. അതിൻ്റെ ഗുണം എന്താ? ഈ ക്ഷേത്രത്തിൽ നിത്യേന നിയമേന ചെയ്യുന്ന ഈ കർമ്മത്തിൻ്റെ ഗുണം ആ സമാജത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും കിട്ടും. അത് ക്ഷേത്രം വിരോധികൾക്കും കിട്ടും, ക്ഷേത്രം അനുകൂലികൾക്കും കിട്ടും. അതിൻ്റെ പോസിറ്റീവ് എനർജി എല്ലാവരിലും എത്തിച്ചേരും. അപ്പോൾ ഈ പ്രസാദം, നമ്മൾ ഭഗവാന് പ്രസാദം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവിടെ കർമ്മം കഴിഞ്ഞു. ആ കർമ്മം കഴിഞ്ഞത് കൊണ്ടാണ് അതിൻ്റെ പ്രസാദമായിട്ടുള്ള ചന്ദനവും പുഷ്പവും അല്ലെങ്കിൽ ഭസ്മവും പുഷ്പവും ഒക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കർമ്മം കഴിഞ്ഞതുകൊണ്ട് ദക്ഷിണ ആദ്യം കൊടുത്തിട്ട് ആ പ്രസാദം വാങ്ങാം. ഇനി അതല്ല, നമ്മുടെ വക ക്ഷേത്രത്തിലെത്തി ഒരു വഴിപാട് അങ്ങോട്ട് കഴിച്ചു, ഒരു പുഷ്പാഞ്ജലിയാണ് കഴിച്ചെന്നിരിക്കട്ടെ, രക്തപുഷ്പാഞ്ജലി കഴിച്ചു, എന്തെങ്കിലാവട്ടെ. അപ്പോൾ ആ റെസീറ്റും കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി ക്ഷേത്രം ശ്രീകോവിലിൻ്റെ അകത്തിരുന്ന് നമ്മുടെ നക്ഷത്രവും നമ്മുടെ പേരും ഒക്കെ പറഞ്ഞ് ആ പൂജകൻ അവിടെ ഭഗവാന് വേണ്ടിയിട്ട് അർച്ചനയും കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മുടെ പേരിൽ. അതിന് ശേഷമാണ് ഈ പ്രസാദം നമ്മുടെ കയ്യിലേക്ക് തരികയാണ്. ആ പ്രസാദം നമ്മൾ വാങ്ങി, ഈ വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് ദക്ഷിണ കൊടുക്കണം. കാരണം നമ്മൾക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിന് പൂർത്തീകരണം സംഭവിക്കണമെങ്കിൽ നമ്മളതിൻ്റെ ദക്ഷിണ കൊടുത്തിരിക്കണം. ആ ദക്ഷിണ കൊടുത്താൽ മാത്രമേ അതിൻ്റെ പ്രസാദം നമുക്ക് വാങ്ങാൻ അർഹതയുള്ളൂ. കാരണം നമുക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളെ ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ച വ്യക്തി ആ കർമ്മം വളരെ ഭംഗിയായിട്ട് നമ്മളെ മുമ്പിൽ നിന്ന് ചെയ്തു കഴിഞ്ഞു. ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ആ പ്രസാദമായിട്ട് വരുന്നത്. പ്രസാദമായിട്ട് വരുമ്പോൾ അത് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ, നമ്മുടെ വീട്ടിൽ കർമ്മം ചെയ്ത് കഴിഞ്ഞതാണ്, നമ്മളൊക്കെ അറിയാതെ. അപ്പോൾ അത് വാങ്ങിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ദക്ഷിണ നമ്മൾ കൊടുക്കണം. ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, ഇത് എനിക്ക് വേണ്ടി മാത്രം ചെയ്ത കർമ്മ, എനിക്ക് വേണ്ടി മാത്രം ചെയ്ത ആ ഒരു കർമ്മത്തിന് അതിൻ്റെ പ്രസാദം നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് പ്രസാദം കൊടുക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ദക്ഷിണ മറ്റു പലതരത്തിലുമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതൊന്ന്, ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഒരു വഴിപാട് കഴിച്ചില്ലെങ്കിലും നമുക്ക് ഈ പറയുന്ന ചന്ദനവും പൂക്കളും ഒക്കെ തരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ദക്ഷിണ. അതേപോലെ രണ്ടാമത്തേത് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി മാത്രമായി ചെയ്യുന്ന കർമ്മത്തിനുള്ള ദക്ഷിണ. ഇനി മൂന്നാമത്തെ ഒരു കർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വലിയൊരു സപ്താഹം നടത്തുകയാണ്, ഒരു സത്രം നടത്തുകയാണ്. ഈ സപ്താഹവും സത്രവും ആധ്യാത്മിക പ്രഭാഷണവും ഒക്കെ നടത്തുന്നുണ്ട്.
ഇങ്ങനെ നടത്തുന്ന സമയത്തും അവർക്ക് നമ്മളൊരു ദക്ഷിണ കൊടുക്കുമല്ലോ. ആ ദക്ഷിണ എന്താണ്? അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റെന്തെങ്കിലും വിദ്യകൾ അഭ്യസിക്കാൻ വേണ്ടി പോകുന്നു. പലതരത്തിലുള്ള വിദ്യകൾ നമ്മൾ തേടാൻ വേണ്ടി പോകുന്നു. ഒന്നും വേണ്ട, ഒരാൾ നമ്മൾ ഹരിശ്രീ എഴുതിക്കുന്നു. സരസ്വതി നമ്മുടെ യഥാവിധി നമ്മൾ നവരാത്രിക്ക് അല്ലെങ്കിൽ വിജയദശമി ദിവസം നമ്മൾ ഹരിശ്രീ എഴുതിക്കുള്ള കുട്ടികളെ. ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ ആൾക്കാരെയും കൂട്ടി പോകുന്നു. അല്ലെങ്കിൽ യഥാവിധി ഒരു സപ്താഹമോ ഒരു സത്രമോ നടക്കുന്നുണ്ടെങ്കിൽ ആ യജ്ഞം കഴിഞ്ഞതിന് ശേഷമാണ് ദക്ഷിണ കൊടുക്കേണ്ടത്. അതെന്താ അങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ? ഒരു സംശയം വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞെന്താ, നേരത്തെ നമ്മൾ പുഷ്പാഞ്ജലി ആയാലും മറ്റ് എന്തെങ്കിലും വഴിപാട് നമ്മൾ നേർന്ന് അതിനു വേണ്ടി നമ്മൾക്ക് ചെയ്തു തന്നതിന് ശേഷം ആണ് നമ്മൾ ദക്ഷിണ കൊടുക്കുന്നത്. അതേപോലെ ഒരു ആധ്യാത്മിക പ്രഭാഷകൻ ആ പ്രഭാഷണം നടത്തി എല്ലാവർക്കും അറിവുകൾ പകർന്നു കൊടുത്തു. ആ പ്രഭാഷണം നടത്തുമ്പോൾ ആ സത്സംഗത്തിലൂടെ എല്ലാവർക്കും ശ്രേഷ്ഠമായ അറിവുകൾ നമ്മൾ പകർന്നു കൊടുത്തു. ഈ പകർന്നു കൊടുത്ത് അവരത് സ്വീകരിച്ചല്ലോ. അപ്പോൾ അതിനുശേഷം അവർക്ക് കിട്ടേണ്ടത് കിട്ടി ഉടൻ തന്നെ അവർ ദക്ഷിണ കൊടുക്കുക. അവർക്ക് തൃപ്തികരമാകുമെങ്കിൽ ആ ദക്ഷിണ കൊടുക്കണം എന്നർത്ഥം. അവർക്ക് അറിവാണ്, അവർക്ക് എന്താണോ ഉദ്ദേശിച്ചത് അവർക്ക് കിട്ടി. അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തു കെട്ടിയിരുന്നത്. ഹരിശ്രീ എഴുതാൻ വേണ്ടി നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരവിടെ മടിയിലിരുത്തിയിട്ട് അവർ ആ ഹരിശ്രീ കൃത്യമായി എഴുതിച്ചു കഴിഞ്ഞു. കുട്ടിക്ക് അറിവിൻ്റെ ആദ്യ അക്ഷരം പകർന്നു കൊടുത്തു. അതിനുശേഷമാണ് ദക്ഷിണ കൊടുക്കേണ്ടത്. മറ്റേത് പ്രസാദം തരുമ്പോൾ ഇവിടെ പ്രസാദമായിട്ടുള്ളത് തന്നെയാണ് ഈ വാക്കുകൾ, ഈ അറിവുകളാണ് ഇവിടെ പ്രസാദമായിട്ടുള്ളത്. അപ്പോൾ ആ കർമ്മം വളരെ ഭംഗിയായിട്ടൊരു സപ്താഹം ചെയ്യുന്ന ആളോ സത്രം ചെയ്യുന്ന ആളോ ഒക്കെ തന്നെ ആദ്യമേ ഇതെല്ലാം അവർക്ക് കൊടുത്ത് അതിനുശേഷമാണ് ഈ ദക്ഷിണ കൊടുക്കേണ്ടത് എന്നർത്ഥം. പക്ഷേ ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് എന്ത് വേണം? ആരും അറിയാതെ പാത്തും പതുങ്ങിയിട്ട് ഓഫീസ് റൂമിലല്ല കൊടുക്കേണ്ടത്. ആ പ്രഭാഷണം നടന്ന സപ്താഹം നടന്ന സത്രം നടന്ന ആ വേദിയിൽ വെച്ച് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ആ ആചാര്യൻ ഇത്തിരി എല്ലാവർക്കും കൊടുത്തതാണല്ലോ, ആ അറിവിന് ആ ആചാര്യൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ദക്ഷിണയും കൊടുക്കേണ്ടത്. ഇത് മാത്രമല്ല, ഇപ്പം ബോംബെയിലൊക്കെ ദക്ഷിണ ഈ പ്രഭാഷണത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ എനിക്കുള്ള ഒരുപാട് അനുഭവമുണ്ട്. അവിടെയെല്ലാം പോയി കഴിഞ്ഞാൽ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ആ പ്രഭാഷണം കേട്ട പലരും വന്നിട്ട് ഈ വേദിയിലേക്ക് വന്നിട്ട് ദക്ഷിണ കൊടുക്കാറുണ്ട്. എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. കേരളത്തിൽ ആ ഒരു സമ്പ്രദായമില്ല. കേരളത്തിന് വെളിയിൽ ഇങ്ങനെയുണ്ട്. കേരളത്തിലും ഏതോ ഒരു സ്ഥലത്ത് അങ്ങനെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായാലും ഓർമ്മ കിട്ടുന്നില്ല എന്നതിലുള്ളൂ. അപ്പോൾ അങ്ങനെ ഏറ്റവും അവസാനമാണ് അത് ചെയ്യേണ്ടത് എന്നർത്ഥം. എന്നാൽ ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ പ്രഭാഷണം, സപ്താഹം, സത്രം ഇങ്ങനെയുള്ള മഹത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ആചാര്യനെ കാണാൻ പോകാറുണ്ട്. ഇനി അതുമല്ല, ഒരു പ്രശ്നം വെപ്പ്, ജ്യോതിഷിയെ കാണാൻ വേണ്ടി ഒരു സ്വർണ്ണ പ്രശ്നം വെക്കണം, ഒരു താമ്പൂല പ്രശ്നം വെക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ വലിയൊരു മഹാഹോമം നടക്കണം. ആ ഹോമത്തിന് വേണ്ടി ആചാര്യനെ നേരിട്ട് കണ്ടുപോയിട്ട് നമ്മൾ അവരോട് പറയാൻ വേണ്ടി പോകുമ്പോൾ നമ്മളൊരു ദക്ഷിണ കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ദക്ഷിണയുടെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അത് ദക്ഷിണയല്ല, അത് ആചാര്യനെ വരിക്കുകയാണ്. കാരണം ആചാര്യനെ സ്വീകരിക്കുകയാണ്, അടയാളമാണത്. അടയാളം കൊടുത്ത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇന്ന ദിവസത്തെ അതൊരു കരാറാണത്, എഗ്രിമെൻ്റ് എഴുതുന്നില്ലേ, അതുപോലെ ഇവിടെ ഗുരുവിനെ സ്വീകരിക്കുകയാണ്. ദക്ഷിണ കൊടുത്ത് ഗുരുവിനെ സ്വീകരിക്കുന്നു. ആചാര്യനായിട്ടുള്ള ആളെ ഗുരുവായിട്ടാണ് ഇവിടെ സങ്കല്പിക്കുന്നത്. അപ്പോൾ അതൊരു ഹോമം ചെയ്യുന്ന ആളാവട്ടെ, ഒരു സപ്താഹം ചെയ്യുന്ന ആളാവട്ടെ, ഇനി വേറെ എന്തെങ്കിലും യജ്ഞം ചെയ്യുന്ന ആളാവട്ടെ, ഒരു അഷ്ടമംഗല്യ പ്രശ്നം വെക്കുന്നതാവട്ടെ, താമ്പൂല പ്രശ്നം വെക്കുന്ന ആളാവട്ടെ, അവരെ നമ്മൾ ഗുരുവായി സങ്കല്പിച്ചിട്ട് അവരെ സങ്കല്പിക്കുമ്പോൾ ഒരു ഗുരുവായി സ്വീകരിക്കുന്നല്ലോ. ആ ഗുരുവായി സ്വീകരിക്കുമ്പോൾ ആ ഗുരുദക്ഷിണയാണത്. മറ്റേത് കർമ്മം ചെയ്തതിനുള്ള ദക്ഷിണയാണ്. ഇത് നമ്മൾ ഗുരുവായി സ്വീകരിക്കുമ്പോൾ ആ ഗുരുവിനുള്ള ദക്ഷിണയാണ്. ഇതാ ഞാൻ നിങ്ങളെ ഇന്ന ചടങ്ങിന് വേണ്ടി ഗുരുവായി സങ്കല്പിച്ചിട്ടുണ്ട് എന്ന് കരുതി ആ ഗുരുവിന് ദക്ഷിണ കൊടുത്ത് സ്വീകരിക്കും. ശബരിമലയ്ക്ക് മാലയിടാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ ഇതന്നെയാണ്. ആ മാലയിട്ട് കൊടുക്കുന്ന അവസരത്തിൽ ഉടൻ തന്നെ ആ ഗുരുവായി സ്വീകരിച്ച് മാലയിട്ടിരുന്നാലല്ല ഗുരു ആദ്യം ആ മാലയിട്ട് ഉടൻ തന്നെ ദക്ഷിണ കൊടുത്തിട്ട് ഇതായി മാലയിട്ട് കഴിഞ്ഞാൽ ഗുരുവായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു രൂപയോ അല്ലെങ്കിൽ അവരുടെ യുക്തിക്കനുസരിച്ച് പൈസ കൊടുക്കുമ്പോൾ അത് ഞാൻ ഗുരുവായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതാണ്. അതിനുശേഷമാണ് പിന്നെ ഈ ഗുരു എല്ലാ കർമ്മങ്ങളും ഇവർക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ദക്ഷിണക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് കൂലിയായിട്ടല്ല കണക്കാക്കുന്നത്. പലരും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, നമ്മൾക്ക് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു സപ്താഹം അല്ലെങ്കിൽ ഒരു സത്രം ചെയ്യാനുണ്ട്, എത്രയാണ് നിങ്ങളുടെ പൈസ? യഥാവിധി അങ്ങനെ പൈസ എന്നല്ല. അത് ചില ആൾക്കാർ, ബഹുഭൂരിപക്ഷം ആൾക്കാരിലും അത് പൈസ കൂലിയാക്കിയിട്ട് തന്നെ ചോദിച്ച് വാങ്ങണ്ട. എനിക്ക് ഒരു ദിവസത്തേക്ക് ഇത്ര പൈസ വേണം, അല്ലെങ്കിൽ 5 ദിവസത്തേക്ക് ഇത്ര പൈസ വേണം എന്നിട്ട് അങ്ങനെ പറഞ്ഞ് ചോദിച്ച് വാങ്ങാറുണ്ട്. പ്രഗത്ഭരായ ആൾക്കാർ പോലും 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ ചോദിച്ച് വാങ്ങാറുണ്ട്.
ഞങ്ങൾ പറയുന്നൊരു കാര്യം, ഞങ്ങൾ പറയുന്നത് മാത്രമല്ല, ഇതിലൂടെ ഇനി മറ്റുള്ളവർ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, പൈസ ഒരിക്കലും ചോദിച്ച് വാങ്ങിക്കുന്ന ഒരിതല്ല ദക്ഷിണ എന്ന് പറയുന്നത്. ദക്ഷിണ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ ആ തൃപ്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ദക്ഷിണ നൽകാം. ഇല്ലേ, തൃപ്തികരമല്ല എങ്കിൽ ദക്ഷിണ തരണ്ട. ഇത് എൻ്റെ പോളിസിയാണ്. തൃപ്തികരമല്ലെങ്കിൽ പൈസ തരണം. കാരണം നിങ്ങൾക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ദക്ഷിണ വാങ്ങാൻ ഞങ്ങൾ യോഗ്യരല്ല. ഒരു ഗുരുക്കന്മാരും ഒരു ആചാര്യന്മാരും അതിന് യോഗ്യരല്ല. അപ്പോൾ യഥാവിധി അങ്ങനെ നമ്മൾ അടയാളം കൊടുത്ത് അവരെ സ്വീകരിച്ച് ഗുരുവായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അടയാളമായിട്ട് ഒരു പൈസ കൊടുക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ സത്രം ഒക്കെ നടത്തുന്ന സമയത്ത് സത്രത്തിന് നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരൊരു അടയാളം തന്ന് ബുക്ക് ചെയ്തു. എന്നുവെച്ചാൽ നിങ്ങളെ ഞങ്ങളുടെ യജ്ഞാചാര്യനായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദക്ഷിണ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. അതിന് ഗൗരവത്തിൽ മനസ്സിലാക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യഥാവിധി ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്ന അവസരത്തിൽ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഭഗവാന്റെ പ്രസാദം നമ്മൾ വാങ്ങുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് ദക്ഷിണ കൊടുക്കാം. ഒരു തെറ്റുമില്ല. അത് ഭഗവാന്റെ സേവകനാണ്, ഭഗവാന് വേണ്ടി സേവ ചെയ്തു, അത് ഞങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ചെയ്തത്. കാരണം ഈ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഈ പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മൾക്ക് വേണ്ടി അവിടെ നല്ലൊരു കർമ്മം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ദക്ഷിണ, അതിൻ്റെ പ്രസാദം നമ്മൾ വാങ്ങിക്കുകയാണ്. ആ പ്രസാദം നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ ഭഗവാന് കൊടുത്തിട്ടുള്ള നിവേദ്യത്തിൻ്റെയോ മറ്റെന്തിൻ്റെയോ ആവട്ടെ, അർച്ചനയുടെയോ ആവട്ടെ, ആ പ്രസാദം നമ്മൾ വാങ്ങിക്കാൻ അർഹതയുണ്ടാകുമ്പോൾ ഈ ദക്ഷിണ കൊടുത്തിട്ട് വാങ്ങുന്നതാണ് ഉത്തമം. അതാണ് ശരിയായ അർഹത എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.